മറ്റൊരു വാർത്തയിലേക്ക്. കാസർകോട്ട് അനന്തപുരത്ത് മാലിന്യവുമായി എത്തിയ വാഹനങ്ങൾ നാട്ടുകാർ പിടിച്ചെടുത്തു. പ്രൈവറ്റ് കമ്പനികളാണ് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ കൊണ്ട് തള്ളാനായി വന്ന വണ്ടികളാണ് അവർ പിടിച്ച്. ഈ സംഭവ സ്ഥലത്ത് ഇപ്പോൾ അരുൺ പാറക്കൽ എത്തിയിട്ടുണ്ട്. അരുൺ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഞാൻ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ അനന്തപുരത്താണ്. അനന്തപുരം ക്ഷേത്രത്തിനോട് സമീപമുള്ള പ്രദേശമാണ്. ഇത് ഇൻഡസ്ട്രിയൽ മേഖലയാണ്. ഇവിടെ നിരവധി കമ്പനികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ മൂന്ന് സ്വകാര്യ കമ്പനികളുണ്ട്. അത് ഈ മൃഗങ്ങൾക്കും പക്ഷികൾക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന കമ്പനികളാണ്. അതിലേക്ക് വേണ്ടി എത്തിച്ച മാലിന്യങ്ങളാണ് ഇങ്ങനെ പൊതുസ്ഥലത്ത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ തള്ളാൻ ശ്രമിക്കുന്നതും അതുപോലെ തന്നെ മലിനജലം ഒഴുക്കിവിടുന്നതുമൊക്കെയാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. 4 വർഷമായി ഈ നാട് അനുഭവിക്കുന്ന ദുരിതമാണ്. നിരന്തരമായി പരാതിപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഒരു യോഗം വിളിച്ചിരുന്നു. 2023 യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഈ മാലിന്യമൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങൾ പാലിക്കണം, റെഫ്രിജറേറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ ഒരു തരത്തിലുള്ള മാനദണ്ഡവും പാലിക്കാതെ ഈ മലിനജലമൊക്കെ റോഡിലൂടെ ഒഴുക്കിക്കൊണ്ടാണ് ഈ മാലിന്യം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അത്രത്തോളം ദുർഗന്ധം ഈ പ്രദേശത്തുണ്ട്. പക്ഷേ അതൊക്കെ സഹിച്ചാണ് ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ പിടിപെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി നാട്ടുകാർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. മലിനജലം ഈ മാലിന്യം ഇങ്ങനെ കടത്തുന്നത് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് കുറേ കാലമായിട്ടുള്ള പ്രശ്നമാണോ? 4-5 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ഇതാണ്. കുട്ടികൾ വരെ ഛർദ്ദിച്ച് തുടങ്ങിയത് ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ വണ്ടി തടയലിൻ്റെ ആ ഒരു ഇതിലേക്ക് ഞങ്ങൾ വന്നത്. ഇത് മുൻപ് മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത ആളുകളുണ്ടോ? നമ്മളെല്ലാം ഇതിൽ പങ്കെടുത്ത ആൾക്കാർ തന്നെ. 4 വർഷം മുമ്പേ നമ്മളിൽ സജീവമായിട്ടുണ്ട്. ഇത് നമുക്ക് ജനങ്ങൾക്ക് ദോഷമില്ലാത്ത രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകണമെന്നാണ് നമ്മൾ കമ്പനിയോട് പറഞ്ഞിട്ടുള്ളത്. അവർ കാരണവശാലും അത് പാലിക്കാൻ തയ്യാറല്ല. ഇന്ന് നമുക്ക് നമ്മളെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ നാട് വിട്ടിട്ട് പോകേണ്ട അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ രാത്രി മുതൽ നമ്മൾ ഉറക്കം കെട്ടിയിട്ട് എല്ലാ വണ്ടീനെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അന്നേരം ഇപ്പോൾ പഞ്ചായത്തിനോട് പറഞ്ഞിട്ടുണ്ട്, സംഭവം നമുക്ക് വണ്ടി പിടിച്ചിട്ടുണ്ട്, ഇതിനുള്ള അവസ്ഥ എടുക്കണം. അപ്പോൾ പഞ്ചായത്ത് പറയുന്നത് നമുക്ക് ഇന്ന് ലീവായതുകൊണ്ട് പറ്റില്ല, ഇത് ജില്ലാ കളക്ടർക്ക് വിളിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇപ്പോൾ ഹെൽത്തിൻ്റെ അവരെയും വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരും പറയുന്നത് എന്താ വെച്ചാൽ അതിനുള്ള നടപടി എടുക്കാമെന്ന് പറഞ്ഞു. എന്താക്കുമെന്ന് എനിക്കറിയില്ല. എസ് കെ, ഒരു നാടൊന്നാകെ ഈ ദുർഗന്ധം അനുഭവിച്ച് ഇവിടെ കഴിയുകയാണ്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. എന്തായാലും ശക്തമായ നടപടിയിലേക്ക് ജില്ലാ കളക്ടർ നീങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എസ് കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.